ഹലോ, വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ ഫേസ് പാക്കാണ്. അതായത് നമ്മുടെ വെജിറ്റബിൾസിൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളേറെയുള്ള ഒരു വെജിറ്റബിൾ ഉണ്ട്. അതാണ് നമ്മുടെ ലേഡീസ് ഫിംഗർ. അപ്പോൾ ലേഡീസ് ഫിംഗർ വെച്ചിട്ട് വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം നിങ്ങൾക്കറിയാം, വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ ലേഡീസ് ഫിംഗറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹെയറിനായാലും നമ്മുടെ സ്കിന്നിനായാലും അത് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. ഇപ്പോൾ ഹെയറിലൊക്കെ ആണെങ്കിൽ അതൊന്ന് ബോയിൽ ചെയ്ത് തിളപ്പിച്ച് അതിൻ്റെ ജെല്ല് നമ്മുടെ ഹെയറിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആവാനും ഷൈനി ഹെയർ ആവാനൊക്കെ നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ അതിലേക്കായിട്ട് അതായത് അതിൻ്റെ യൂസസ് എന്ന് പറയുമ്പോൾ ഒരുപാടാണ്. നമ്മുടെ ലേഡീസ് ഫിംഗറിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എളുപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് റെമഡിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പുറത്തുനിന്നുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ മുഖത്തിന് നമ്മുടെ ഫേസിന് നല്ലൊരു ഹൈഡ്രേഷൻ, പിന്നെ സോഫ്റ്റ്നെസ്, പിന്നെ സ്മൂത്തായിട്ടിരിക്കും. അതേപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ളൊരു ഗ്ലോ എന്നിവ നൽകാനൊക്കെ സഹായിക്കും. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ കയറി 2-3 വെണ്ടയ്ക്കയൊക്കെ എടുത്ത് ഇങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫേസ് നല്ല യങ്ങറായും നമ്മുടെ ഫേസ് നല്ലപോലെ ഗ്ലോ ആവാനും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പറയുന്നത് 2-3 വെണ്ടയ്ക്ക എടുക്കുക. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പോൾ ഒരാൾക്കുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരാൾക്കെങ്കിൽ 1-2 വെണ്ടയ്ക്ക മതി. ഞാനിപ്പോൾ 3 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ 1-2 ടീസ്പൂൺ തൈര് കൂടെ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ തൈര് നിങ്ങൾക്കറിയാം, നല്ലൊരു മോയ്സ്ചറൈസിങ്, എക്സ്ഫോളിയേറ്റിംഗ്, നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, എളുപ്പം അരയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ മിറ്റൻ വെണ്ടയ്ക്ക എന്നൊക്കെ പറയത്തില്ലേ, അതെടുത്താലും വേറെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ വെണ്ടയ്ക്ക നല്ലത് കൊടുക്കാം, മിറ്റൻ വെണ്ടയ്ക്ക നിങ്ങൾക്ക് ഇതിലോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം, അല്ലാതെ ഉപ്പിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. എങ്ങനെ വേണം, ഇപ്പോൾ ഞാനിപ്പോൾ കോമൺ ആയിട്ട് വാഷ് ചെയ്യുന്ന പോലെ വെജിറ്റബിൾ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ലേഡീസ് ഫിംഗർ. അതുപോലെ ഒന്ന് നന്നായിട്ട് അതിലൊരു സ്ലിമ്മി ജെൽ പോലെയുള്ള ഭാഗം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെണ്ടയ്ക്കയിൽ നിങ്ങൾക്കറിയാം ഒരു മോയ്സ്ചറൈസിങ് ഏജൻറ്റ്, നമ്മൾ അലവേര പോലെ ഒരു ജെല്ലി കൺസിസ്റ്റൻസി ഉണ്ട് അതിന്. അതുകൊണ്ടാണ് എല്ലാവരും ഹെയറിലും ഫേസിലൊക്കെ അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഒരു ജെല്ലി ഫോമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പാക്കും റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിലേക്കായി ഞാൻ 1-2 ടീസ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത്. തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമുക്കൊരു ക്രീമി ടെക്സ്ചറിൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിനെ നിങ്ങളൊന്ന് മുഖത്തൊരു 10-15-20 മിനിറ്റോളം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്തിട്ടിരിക്കാം. ഫേസിലും നെക്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങളൊരു 10-15 നിമിഷം ഡ്രൈ ആകുമ്പോൾ വൈപ്പ് ചെയ്യുകയോ വാം വാട്ടറിൽ വാഷ് ചെയ്യുകയോ ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന, ഞാൻ പറഞ്ഞില്ലേ, മുഖത്ത് നമുക്ക് നല്ലൊരു ഹൈഡ്രേഷനും ഇത് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് അല്ല. നമ്മുടെ മുഖത്ത് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളൊന്നും വരാതെ നല്ല യങ്ങറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ നമ്മുടെ സ്കിന്നിനൊരു ടെമ്പററി ഗ്ലോ, ഒരു പ്രത്യേക ഒരു ഗ്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഇനിയും കാണാം. See you in next video. Bye.